वक्रतुण्ड महाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा। या देवी सर्वभूतेषु विष्णुमायेति शब्दिता नमस्तस्यै 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 नमो नमः। लक्ष्मी गुणशीले शुभ गुणशीले अरुन्धती वर्णे अतुल्य शुद्धे। लक्ष्मी गुणशीले शुभ गुणशीले अरुन्धती वर्णे अतुल्य शुद्धे। लक्ष्मी गुणशीले शुभ गुणशीले अरुन्धती वर्णे अतुल्य शुद्धे। लक्ष्मी गुणशीले शुभ गुणशीले അരുന്ധതി വർണ്ണേ അതുല്യ ശുദ്ധേ. നിന്നോടൊരു പൂമരം നിൻകുലമുല പൂങ്കൊമ്പ് അതിൽ കനകവല്ലി നീ കണ്ണകി കണ്ണകി കണ്ണകി. മദന സുന്ദര മുരുക സമാന മാശാത്തുവാൻ സുത കോവല മംഗമാർ വാഴ്ത്തുന്ന മോഹനാംഗനെ മണിമാലയണിയുന്ന കോമളാംഗനെ കോമളാംഗനെ കോവല. മണിമണ്ഡപത്തിലെ മുത്തുപന്തൽ മന്ത്രധ്വനിയുയരും മംഗളകാലം. പാണിഗ്രഹണം അഗ്നിപ്രദക്ഷിണം വേദമുറയാൽ വിവാഹബന്ധം. പ്രിയേ പറയൂ പ്രാണസഖി. ദേവനും ദേവനാം നാഥായൻ ജീവനും ജീവനാം കാന്ത. നിൻ പദമലരിന്റെ ജന്മം നിൻ സുഖ സൗഖ്യം എൻ കർമ്മം. സുന്ദരാംഗി മാധവി മദന കേളി ചതുര നൃത്തലോല ചാരുശീല മദന കേളി ചതുര മദന കേളി ചതുര. നിന്നധര മധു തേടും ഭ്രമരമാണി കോവലൻ. ഇന്ദ്രോത്സവം സുഗന്ധോത്സവം വർണ്ണോത്സവം മതിമധുരോത്സവം. ഇന്ദ്രോത്സവം സുഗന്ധോത്സവം വർണ്ണോത്സവം മതിമധുരോത്സവം. അഭിസാരികയ്ക്ക് അഭികാമ്യമോ അഭിലാഷലബ്ധിക്ക് അഭിനയമോ. അഭിസാരിക ഞാൻ ചൊൽകനെ കാമുക ബന്ധം മറക്കുന്ന നിന്റെ നാമം. മതി ഇനി നൃത്തവും ഗീതവും വാ
വാദ്യവും മഹനീയമല്ലോ മാംഗല്യബന്ധം മതി മതി നൃത്തവും ഗീതവും വാദ്യവും മതി മതി നിന്മായ സൗന്ദര്യവും മതി മതി നിന്മായ സൗന്ദര്യവും പതിയില്ല പൂമെത്ത പട്ടടയാണ് ഹോ പരിതാപമെന്നിൽ പടരുകയാണ് ഹോ പാലും പഴവും പങ്കിടാൻ പോരാതെ ചാരി എത്തിയെങ്കിൽ നാഥ കണ്ണകി നീങ്ങുന്നു കോവല കണ്ണകിമാർ രാമനും സീതയും എന്ന പോലെ വിധിഹിതമെന്തോ വിരഹമെന്നോ വിജയമാണോ വിപരീതമോ നാദപാദാലങ്കാരം നാനാവിധൈശ്വര്യധാരം ഏകും ധനമേറെ സത്യം തീരും സർവവിധ ദുഃഖം തീരും സർവവിധ ദുഃഖം ദുശകുനം ദുർനിമിത്തം വീതിയിലാകെ വിഘ്നം ദുർബുദ്ധിയാം തട്ടൻ ദുർവിധിയേകിയ ദുരവസ്ഥ ദുർബുദ്ധിയാം തട്ടൻ ദുർവിധിയേകിയ ദുരവസ്ഥ ദുരവസ്ഥ ദാരുണ കൽപ്പന ചെങ്കതിരുളി മിന്നും സർവസാക്ഷി സൂര്യദേവ ചൊൽകെന്റെ കാന്തൻ കള്ളനാണോ ചൊൽകെന്റെ കാന്തൻ കള്ളനാണോ കരിമീൻ മിഴിയൊത്ത കണ്ണകിയെ നിൻകാന്തൻ കോവലൻ കള്ളനല്ല. ആലംബഹീനയാം പെൺമണിയെ വൈദവ്യമേകി തകർത്തുവെന്നു നാഥ നാഥ ഇനി എന്റെ ജന്മമേതാർക്കു വേണ്ടി ഇനി എന്റെ കർമ്മമേതാർക്കു വേണ്ടി അഷ്ടദിക്പാലകർ കണ്ടു നിൽക്കേ ആദിത്യദേവൻ തെളിഞ്ഞു നിൽക്കേ അനീതിയാൽ ധർമ്മം മരിക്കുകയോ അധർമ്മം കൊടി കുത്തി വാഴുകയോ അഴകുള്ള പാണ്ഡ്യ അറിവുള്ള പാണ്ഡ്യ ആകാശം മുട്ടേ പുകൾ പെറ്റ പാണ്ഡ്യ അന്ധകാരത്തിലാണ്ടുപോയി നീ നീതി കെട്ട പാണ്ഡ്യ നേരു കാണാതെ ശിക്ഷയേകി വിപരീത രാജനീതി പാണ്ഡ്യന്റെ പത്നി തൻ കാൽ ചിലമ്പ് മുത്തുപരലുള്ള കാൽ ചിലമ്പ് കൊത്തുപണിയുള്ള പൊൻചിലമ്പ് കട്ടുനിൻ കാന്തൻ നീ കൃഷ്ണൻ ചോരൻ കാണട്ടെ കട്ടൊര കാൽ ചിലമ്പ് എന്നിട്ട് ഊറ്റം കൊണ്ടിടു രാജാ മന്നവ കാൺകൈ മാണിക്യ
കവിയുത്തമാ வாழ்க வாழ்க ധർമ്മമേ வாழ்க வாழ்க கண்ணகி வாழ்க வாழ்க தேவதே. आटुकालम्बिकायै नमः। ॐ आटुकालम्बिकायै नमः। ॐ आटुकालम्बिकायै नमः। ഘോര പിശാചിനി കാമാക്ഷി ഹംസിനി രാക്ഷസി ഖട്ടിനി ഭൈരവി
खड्गं चक्रगदेषु चापपरिघान् शूलं भूसुण्डिं शिरः शङ्खं सन्ददधिं कुरैस्त्रिनयनां सर्वाङ्गभूषावृतां यामस्तौ स्वपिते हरौ कमलजो हन्तुं मधुं कैडभं नीलाश्मद्युतिमास्य पाददशकां सेवे महाकालिका। गाड़े കാണാമേടെ മാടേ കൂടെ വേവോവേ കന്നിയോടമ്പ് പിഞ്ചിയതോര് കണ്ണേ നെഞ്ചേ കണ്ണീരാറ് പൊന്മയിലേ നാലാംകൂട്ടം വരും പാട് പൂങ്കുയിലേ മേളാങ്കൂട്ടം വരും ആട് പൊന്മയിലേ നാലാംകൂട്ടം വരും കാവുന്തറയിലല്ലോ കോമരം തുള്ളണത് വാളും ചലം പണിഞ്ഞ് കോമരം തുള്ളണത് ആട് പൊന്മയിലേ നാലാംകൂട്ടം വരും പാട് പൂങ്കുയിലേ നരിയോന്തര നരിയോന്തര നരിയോ നരിയോന്തര 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 നരിയോ നരിയോന്തര 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 നരിയോ നരിയോന്തര 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 നരിയോ കാടിളക്കി കരയിളക്കി വീടിളക്കി വഴിയിളക്കി വേട്ടക്കാര് തേടിപ്പോയ കാട്ടുവാഴും നരിയോ അമ്പെടുത്ത് വില്ലെടുത്ത് കല്ലെടുത്ത് കവണെടുത്ത് നാല് കാട് കേറിപ്പോവ വീട്ടുകാര് വരിയോ നരിയോന്തര 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 നരിയോ നരിയോന്തര 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 നരിയോ നരിയോന്തര 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 നരിയോ നരിയോന്തര 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 നരിയോ കാട്ടുന്നു തൊഴുത്ത് കൊണ്ടുപോയി കെട്ടി വെക്കം വരണം അപ്പൊ പശിക്കണം മനസ്സേവര്
ഇന്ന് ബലി തരാൻ ഈ പൈക്കരാവ് പേപ്പറത്തിൽ എത്തിക്കണേ. ഇതിന് കുരുതി കൊടുക്കാൻ ഒക്കില്ല. നീ എന്ത് പിച്ച പറയുന്നത് പോലെ അമ്മന് കുരുതി കൊടുക്കാൻ ഞാൻ ഉടൻ നശിച്ചു. നശിക്കട്ടെ, എന്നാലും എന്റെ പുന്നാരെ കറന്തിയെ കൊല്ലാൻ ഒക്കില്ല. ദേവി, ദൈവദോഷം പറയല്ലേ. അമ്മനുള്ള കുരുതി മുടക്കാൻ വയ്യ. വേറെ പശുവും തൊഴുത്തില്ല. പൊന്നു മോളെ, നീ എന്നതായി പറയുന്നു? അപ്പൻ എന്നും പശുവിനെ കുരുതി കൊടുക്കുന്നില്ലേ? ഞാൻ തടസ്സം വല്ലതും പറഞ്ഞു ഈ പാവപ്പെട്ട പൈക്കുട്ടിയെ കൊല്ലാൻ ഒക്കില്ല. അപ്പ അതിനു മുമ്പ് എന്റെ കഴുത്ത് പറ്റണം. അയ്യോ മോളെ, വേണ്ടാത്തത് ചൊല്ലല്ലേ. അപ്പം പറയണത് കുരുതി മുടങ്ങിയ ദൈവദോഷം വരുന്നു. പിഴയറിയാത്ത പൈക്കുട്ടിയെ കുരുതി കൊടുക്കുന്നത് കൊടും പാവാണപ്പ. എന്റെ അപ്പൻ ഈ പാവം ചെയ്യരുതേ. മോൾ അപ്പനെ വിഷമത്തിലാക്കിയല്ലേ. അപ്പൻ എന്തോ ചെയ്യും? കുരുതി വേണ്ടെന്ന് വെച്ച് ഒക്കില്ല, ഒരിക്കലും ഒക്കില്ല. എങ്കിൽ ഈ മോളെ വെട്ടി കുരുതി കൊടുക്ക്. നീ അത് പറയല്ലേ. തള്ളയില്ല പിള്ളയായ നിന്നെ പുന്നാരിച്ച് പോറ്റിയത് കഴുത്തിൽ കത്തിവെക്കാനാണ്. എന്റെ പൊന്നു മോളെ, നീയല്ലാണ്ട് ആരും ഈ അപ്പനും. എങ്കിൽ ഈ പൈക്കുട്ടി ഇവക്ക് തരൂലേ? തരൂലേ അപ്പ? അപ്പന്റെ ദേവിക്ക് തരൂലേ? എന്റെ കുരുതി, മലദൈവങ്ങളെ, ഇവന്റെ പിഴ പൊറുക്കണേ. പൊറുക്കും അപ്പ, കട്ടായം പൊറുക്കും. മിണ്ടാപ്രാണിയുടെ ചോര ഒരു ദൈവത്തിന് രുചിക്കൂല. ശരി, എന്റെ പിള്ളേരുടെ ഇഷ്ടം തന്നെ നടക്കട്ടെ. എന്റെ പുല്ലാരപ്പ. പുള്ളിപ്പശുവിന്റെ കുഞ്ഞേ, പൂവാലി പശുവിന്റെ കുഞ്ഞേ, നന്ദിനി പശു പെറ്റ സുന്ദരിയോ, നീ നന്ദകുമാരന്റെ കൺമണിയോ. പുള്ളിപ്പശുവിന്റെ കുഞ്ഞേ, പൂവാലി പശുവിന്റെ കുഞ്ഞേ. പശുവിന്റെ കുഞ്ഞേ, പൂവാലി പശുവിന്റെ കുഞ്ഞേ. അഷ്ടനാഗാദിശ്രേഷ്ഠ ശ്രീനാഗരാജരാജ. അനന്തൻകാടുകാവ് ആരാധ്യനായി വാഴും ഇളകി
ഇളകേ നാഗേ ഇളകേ ഇളകൻ്റെ മണിശീലേ ഇളകിളകിളകിളകിളകിളകിളകിളകിളകൂ നാഗേ ഇളകിളകിളകിളകിളകിളകിളകിള മണിശീലേ ഇളകിളകിളകിളകിളകിളകിളകിളകിളകൂ നാഗേ ഇളകിളകിളകിളകിളകിളകിളകിള മണിശീലേ മണിനാഗേ ഇളകിളകേ കരിനാഗേ ഇളകിളകേ പാതളേ കരുനാഗേ മണിനാഗേ ഇളകിളകേ ഇളകിളകിളകിളകിളകിളകിളകിളകൂ നാഗേ ഇളകിളകിളകിളകിളകിളകിളകിള മണിശീലേ ഇളകിളകിളകിളകിളകിളകിളകൂ നാഗേ ഇളകിളകിളകിളകിളകിള മണിശീലേ അയ്യോ അപ്പ പാമ്പ് പാമ്പ് അയ്യോ ദേവി ഉള്ള ദേവി ഉള്ള ദേവി എന്റെ കുഞ്ഞുമോളെ നീ എന്നെ ചതിച്ചു. നിന്റെ ജീവൻ രക്ഷിക്കാൻ പച്ചമരുന്നായി ഞാൻ വന്നപ്പോഴേക്കും നീ എവിടെ പോയി മറന്നു? ശരി, എന്റെ മലദേവികളെ, എന്റെ പുണ്യ എവിടെ പോയി? ഇതെന്തൊരു മറിമായം? മറിമായമല്ല കണ്ണം, എല്ലാം ദൈവനിശ്ചയം. സ്വാമി, ഇവനൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ പുള്ള അങ്ങോട്ട് പോയി. എവിടെ നിന്ന് വന്നു അങ്ങോട്ടേക്ക് തന്നെ അവൾ മടങ്ങി. അയ്യോ സ്വാമി, കണ്ണു ചോരയില്ലാത്ത ദൈവം എന്നോട് ഈ കൊടിച്ചത് ചെയ്തല്ലേ. ദൈവത്തെ പഴിച്ചിട്ട് കാര്യമില്ല കണ്ണപ്പ, എല്ലാം നീ ചെയ്ത പാപത്തിന്റെ ശിക്ഷയാണ്. എന്ത് പാപം സ്വാമി? നിരവധി പശുക്കളെ കൊന്നതിന്റെ പാപം. അതിന് എന്റെ പുള്ള എന്ത് പഴിച്ചു സ്വാമി? നിന്നെ ശിക്ഷിക്കാൻ ദൈവം നിശ്ചയിച്ച മാർഗമാണ് കണ്ണപ്പ. അതാ നോക്കൂ, നിന്റെ മകൾ ലാളിച്ച പശുക്കിടാവും ശിലാജവുമായി മാറിപ്പോയി. സ്വാമി, ആ പൈക്കുട്ടി കല്ലായിപ്പോയി. വെറും കല്ലല്ല കണ്ണപ്പ, സാക്ഷാൽ ലക്ഷ്മിയുടെയും ശ്രീനാരായണന്റെയും സാന്നിധ്യമുള്ള ശിലാവിഗ്രഹമാണ്. ഇന്നു മുതൽ ഈ ലക്ഷ്മിനാരായണമൂർത്തിയെ ഭക്തിപൂർവ്വം ഭജിച്ചാൽ നിന്റെ പാവമെല്ലാം തീർന്ന് നിനക്ക് സായുജ്യമടയാം. കണ്ണപ്പ, ഈ കാലിത്തൊഴുത്ത് കാലാന്തരത്തിൽ പുരുഷാന്തരങ്ങളുടെ ആരാധനാ കേന്ദ്രമായ ഒരു പുണ്യക്ഷേത്രമായി പരിണമിക്കും. അന്ന് മറ്റൊരു ജന്മം പൂണ്ട നീയും ആ പവിത്ര സന്നിധിയിൽ ആരാധനയ്ക്കായി വന്നു. അന്ന് നിന്നെ വില്ലുമംഗലം എന്ന് യോഗം വാഴ്ത്തി. ആ മഹാഭാഗ്യം കൈവരുന്നതിനായി ഇന്നു മുതൽ കറയറ്റ വിശ്വാസത്തെ ഈ പുണ്യവിഗ്രഹത്തെ പൂജിക്കൂ. അമ്മേ നാരായണ. അമ്മേ നാരായണ, അമ്മേ നാരായണ, ലക്ഷ്മീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ, ഭദ്രേ നാരായണ, ദേവി നാരായണ, ദേവി നാരായണ. തീയാടാൻ തിറയാടാൻ മാണിക്ക കവിലുറഞ്ഞാടാൻ ഓന
പിടിക്കണതോനാന്ന് നേരാന്നേ നേരാന്നേ കൂട്ടിന് വന്നതവനാന്നേ മണ്ണാന്ന് മണ്ണാന്ന് വന്ന് വിളയണ മണ്ണാന്ന് പോയോരും വന്നോരും ചോര പൊടിച്ചൊരു മണ്ണാന്ന് കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പാട്ടണ് പാട്ടണ് നിറ പറയണ നിറയട്ടെ കതിര കണ്ടാരോ കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പാട്ടണ് പാട്ടണ് നിറ പറയണ നിറയട്ടെ കതിര കണ്ടാരോ ആരാന്നേ ആരാന്നേ ഒത്തുപിടിക്കുന്നതാരാന്നേ തീയാടാൻ തിറയാടാൻ മാണിക്ക കവിനുറഞ്ഞാടാ ചെണ്ടയും പൂക്കുറുങ്കുഴലും താളമയല്ലോ വളക്കിലക്കി തളക്കിലക്കി കിളിയാട്ടില്ലേ ഞങ്ങൾ കനക കതിർ മണി നീട്ടാൻ കാവൽ നിന്നില്ലേ കുമിര കുമിര കുടി കൊട്ടിന തകിട തകിട തകതിത്തന തറ 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 തറയിളക്കി തലയിളക്കി മുടിയാട്ടി ഉയിരിൻ ഉയിരെ പാടൂ നമ്മളൊന്നല്ലേ കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പാട്ടണ് പാട്ടണ് നിറ പറയണ നിറയട്ടെ തന്തിര തന്താരോ കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പാട്ടണ് പാട്ടണ് നിറ പറയണ നിറയട്ടെ തന്തിര തന്താരോ ആരാന്നേ ആരാന്നേ ഒത്തുപിടിക്കുന്നതാരാന്നേ തീയാടാൻ തിറയാടാൻ മാണിക്ക കവിനുറഞ്ഞാടാൻ ഓനാന്ന് ഓനാന്ന് എത്തുപിടിക്കണതോനാന്ന് നേരാന്നേ നേരാന്നേ കൂട്ടിനു വന്നതവനാന്നേ പോയോരും വന്നോരും ചോര പൊടിച്ചൊരു മണ്ണാന്ന് കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പാട്ടണ് പാട്ടണ് നിറ പറയണ നിറയട്ടെ തന്തിര തന്താരോ കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പാട്ടണ് പാട്ടണ് നിറ പറയണ നിറയട്ടെ തന്തിര തന്താരോ കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പാട്ടണ് പാട്ടണ് നിറ പറയണ നിറയട്ടെ തന്തിര തന്താരോ കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പാട്ടണ് പാട്ടണ് നിറ പറയണ നിറയട്ടെ തന്തിര തന്താരോ മലദൈവങ്ങളെ സഹായിച്ചു നല്ല കിളുന്നു പുല്ല് അവളുമാരരിഞ്ഞതിന്റെ ഇരട്ടി അരിയണം മുടിഞ്ഞു പോവാനെ കൊണ്ട് ഇതിന് മൂർച്ചയുമില്ലല്ലോ ഇവിടെ കല്ലുമില്ലല്ലോ തേക്കാൻ ആ ഇതിനിടയിൽ ഉണ്ടല്ലോ ഒന്ന് ആ ഉണ്ട് ഒന്നാം തരം കല്ല് പുല്ലിനടിയിൽ പന്നി കിടക്കുക അരിവാല തേക്കാൻ പറ്റിയ കല്ല് അയ്യോ ചോര അയ്യോ ചോര അയ്യോ എന്റെ ദൈവങ്ങളെ കല്ലെന്ന് ചോര എന്റെ മലദൈവങ്ങളെ അയ്യോ ഓടി വന്നോ അയ്യോ ചോര അയ്യോ കല്ലെന്ന് ചോര വരുന്നു അയ്യോ അയ്യോ ചോര ചോര വരുന്നു ഈ കല്ലെന്ന് ചോര വരുന്നു ദൈവമേ എന്താണ് ഇതിന്റെ അർത്ഥം അറിയാവുന്ന ആരോടെങ്കിലും ചോദിച്ചാൽ അറിയാമായിരുന്നു അതാ യഥാർത്ഥ തിരുമേനി കുളിയും കഴിഞ്ഞു വരുന്നു ഞാൻ പോയി വിളിച്ചോണ്ട് വരാം മാറി നിൽക്ക് കല്ലീന്ന് ചോര ഒഴുകി എവിടെ നോമൻ കാണട്ടെ വേണ്ട നോക്കിയാലും ശരിയാണല്ലോ എന്താ അത്ഭുതം തിരുമേനി എന്താണ് ഇതിന്റെ കാര്യമെന്ന് ഒന്ന് കൽപ്പിച്ചാൽ മഹാമായ ഈ നാട്ടിനെ അനുഗ്രഹിക്കാൻ അവതരിച്ചു എന്നത് തന്നെ സംശയമല്ല ഈ നാട്ടിന്റെ ഭാഗ്യോദയം തന്നെയാണിത് അവിടുന്ന് കൽപ്പിക്കുന്നത് അടിയങ്ങൾക്ക് പിടികിട്ടുന്നില്ല തിരുമേനി ആർക്കും പിടികിട്ടാത്ത മഹാ അത്ഭുതമാണല്ലോ ഇത് നിങ്ങൾ ഇവിടെ നിൽക്കും നോമില്ലത്ത് പോയിട്ട് നൊടിയിടയിൽ മടങ്ങി വരാം മാറി നിൽക്കും നാം പൂജയ്ക്കുള്ള നൈവേദ്യമായിട്ട് വന്നിരിക്കുക ഓ നൈവേദ്യം വെച്ച് പൂജിക്കാനുള്ള പാത്രം എടുക്കാൻ മറന്നുപോയി ബദ്ധപ്പാടിൽ അക്കഥ മറന്നു ഇനി എന്താ ചെയ്യുക ആ ചിരട്ടയിങ്ങെടുക്കൂ അത് മതിയെന്നായിരിക്കും ദേവീ നിശ്ചയം ഇങ്ങെടുക്കൂ അമ്മേ ഭഗവതി ഈ എളിയ നൈവേദ്യം സ്വീകരിച്ച് അനുഗ്രഹിക്കണം തിരുമേനി
ഇതിന്റെ പൊരുൾ എന്താണെന്നറിയാൻ അടിയങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പുണ്യം ചെയ്തവരെ, ജഗന്മാതാവായ സാക്ഷാൽ പരാശക്തിയുടെ ചൈതന്യമാണ് ഈ ശിലയിൽ കുടികൊള്ളുന്നത്. വേന്തനാടിന്റെ പുണ്യ പരിഭാഗം കൊണ്ട് വിശ്വജനനിയായ മഹാമായ ഈ രൂപത്തിൽ ഇവിടെ സന്നിധാനം ചെയ്യുന്നു. വഴിയാവണ്ണം ദേവിയെ ആരാധിച്ചും പൂജിച്ചും ഭജിച്ചും കഴിഞ്ഞാൽ ഭാവിയിൽ ഈ നാടിന് ഒരാപത്തും ഉണ്ടാവില്ല. അമ്മേ ഭഗവതി, പ്രസീദ് 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 പ്രസീദ്. അന്ന് ആദ്യമായി ആ ശില കാണപ്പെട്ട സ്ഥലമാണ് ഇന്ന് ഈ ക്ഷേത്രത്തിലെ പവിഴമല്ലിത്തറ. रुद्रे सदा शिवे जये कालीधरे हरे शिवे തിരുകാവിൽ മുടിച്ചൂടി നീ വരേണേ അമ്മേ അമ്മേ. കണ്ടം കരണിക മേലത്തിരുതുടി താളം എന്നാടിൻ അമ്മ തിരുവടിയുറയും താളം. ദേശം പന്തീരാണ്ടുകൾ കാത്തൊരു കാലം ഭരവായി ഭഗവതി തിരുമുടി ഉയരും കാലം. ഗോരേ ശങ്കര തനയേ ദൈത്യവിനാശേ സംഹാരിയാസുരനാശിനി ഭൈരവിരൂപേ കാതിൽ മദഗജ വ്യാഘ്രത്തോടകളിലകേ കൈയിൽ വട്ടകവാളുമേന്തി വരേണേ. മന്മലയിലെയും പോലെ കടക്കെ നാന്തകമിളകി പോരി വിളിച്ചും ഭൂമി വിളർക്കെ ദാനവനായി തേടി വരും നേരം കണ്ഠമതേറി വരവായി പരിവാരത്തോടമ്മ രുതിരത്തിൽ നീരാടി കോപത്തിൻ കൊടുമുടിയിൽ മുടിപോൽ നാഗം ജടയായി ഇഴയുന്നേ. കുരുതിക്കളമായി ഭുവനം മാറുന്നേ. തിരുമേനി ഉരുക്കിയ കാഞ്ചനം എന്ന കണക്ക് ജ്വലിക്കുമ്പോൾ ചെല്ലട വിളകെ അരമണിയിളകെ ബാധകളോടി ഒളിക്കുമ്പോൾ തക്കത്തിരുവാളുലയുന്നേ കലിയത് തീരാറുറയുന്നേ. കൈലാസത്തിൻ നാഥനു മുന്നിൽ കോപം തീർത്തിടാൻ രുദ്രൻ നിൻ മുന്നിൽ വന്നു കിടക്കെ അമ്മ തിരുവടിയാ. കാവിലമരും രുദ്രേ ഭഗവതിയേ ഈ ദേശം കാത്തരുളിടും കാവിനധിപതിയേ. ഇനി വരും ഒരു 12 കാലമെത്തിടാൻ തിരുവടിയുടെ തിരുമുടിയേറ്റിനു കാത്തിരുന്നീടാ. ഈ ക്ഷേത്രത്തിൽ മേൽക്കൂരയില്ലാത്ത ഒരു എച്ചിത്തറയുണ്ടല്ലോ. ആ എച്ചിത്തറയുടെ പിറകിൽ രസകരമായൊരു കഥയാണ്. നോം തൃപ്പൂണിത്തറ കഥകളി കാണാൻ പുറപ്പെടുകയാണ്. പുലർച്ചയ്ക്കേ മടങ്ങുള്ളൂ. കഥകളൊക്കെ ബന്ധിച്ച് കിടന്ന് ഉറങ്ങിക്കോണം കേശവ.
നാലും കൂട്ടി ഒന്ന് മുറുക്കിയിട്ട് തന്നെ മേ കാര്യം. അസലെന്ന് ലാവ. ഈ ലാവത്ത് ഒരു കൂട്ടുകാരിയോട് ഉണ്ടായിരുന്നെങ്കിൽ വിവരസാന് പറഞ്ഞിട്ട് എന്താ കാര്യം. പിച്ചകപ്പൂവിന്റെ മണം, പൂനിലാവും പിച്ചകപ്പൂവിന്റെ പരിമളവും. പുരുഷനെ 10 പിടിപ്പിക്കാൻ പിന്നെ എന്താ വേണ്ടിയ? ആരാ ഒരു വളക്കിലുക്കം? ആ ശേഷം പഠിക്കണ്ട, ഇങ്ങോട്ട് കടന്നു വന്നോളൂ, ഇങ്ങോട്ട് കടന്നു വന്നോളൂ. ആരാ ആരാ മനസ്സിലായില്ല. അടിയത്തിനെ തിരുമേനി അറിയില്ലെങ്കിലും തിരുമേനിയെ അടിയത്തിനറിയാം. എങ്കിൽ പറയൂ, നോമാരാ? കണ്ടാരപ്പള്ളിയിലെ കാരണവരായ കാമദേവൻ. സമ്മതിച്ചു. ഇനി പറയൂ, താനാരാ? അടിയൻ ഇവിടെ അടുത്ത് താമസിക്കുന്ന കാമാക്ഷി വാരിസ്യാരാണ്. കാമാക്ഷി വാരിസാരോ? ശിവ ശിവ, പലരും ചൊല്ലി കേട്ടു നളിനമുഖീനിൽ കഥ. നേരിട്ടൊന്ന് കാണുന്നങ്ങനെ നിരീക്ഷിക്കുമ്പോഴാണ് വാരിസാറിന്റെ വരവ്. സന്തോഷായി. തിരുമേനിക്ക് വലിയ കളിപ്രാന്താണെന്ന് തോന്നുന്നല്ലോ. അടിയത്തിനും കളിയെന്ന് വെച്ചാ പ്രാണന. 10 ദിവസം പട്ടിണി കിടന്നാലും കളിക്ക് പോകാതെ വയ്യ. രസ്യത്തിന് സംശയമില്ല. ഇന്ന് തൃപ്പൂണിത്തറ പൊടി പൊടിച്ച കഥകളിയുണ്ട്. എന്താ പൂർണ്ണം? അടിയൻ അങ്ങോട്ട് ഇറങ്ങിയതാ. കൂട്ടിന് ആരും ഇല്ലാണ്ട് തനിച്ചു പോയാൽ 4 ആൾ നിന്ദിക്കുമല്ലോ നിരീച്ചു നിന്നപ്പോഴാ തിരുവേനിയെ കണ്ടത്. കൂടെ പോകുന്ന വിരോധമൊന്നുമില്ല. അല്ല, അസാരം വിശ്രമിച്ചിട്ട് പോകുന്നതിൽ വിരോധമുണ്ട്. എന്നാ ശ്രദ്ധ. രതിദേവി എഴുന്നള്ളുന്നു, മതഘോഷം മുഴങ്ങിയിടുന്നു. മലർബാണൻ ചാപത്തിന്മേൽ മലരമ്പൂ ചേർത്തിയിടുന്നു. രതിദേവി എഴുന്നള്ളുന്നു, മതഘോഷം മുഴങ്ങിയിടുന്നു. മലർബാണൻ ചാപത്തിന്മേൽ മലരമ്പൂ ചേർത്തിയിടുന്നു. അണിവയിര തുകിൽ പാറുന്നു, അരഞ്ഞാണം തിളങ്ങിയിടുന്നു. അണിവയിര തുകിൽ പാറുന്നു, അരഞ്ഞാണം തിളങ്ങിയിടുന്നു. രതിലീലാഗേഹങ്ങളിൽ രഹസ്യങ്ങൾ കൈമാറുന്നു. രതിദേവി എഴുന്നള്ളുന്നു, മതഘോഷം മുഴങ്ങിയിടുന്നു. മലർബാണൻ ചാപത്തിന്മേൽ മലരമ്പൂ ചേർത്തിയിടുന്നു. പൊക്കിൽ കൊടി രാസക്കുളിർ തൂകി പുഷ്പത്തളിരതരം മൃദുവായി. പൊക്കിൽ കൊടി രാസക്കുളിർ തൂകി പുഷ്പത്തളിരതരം മൃദുവായി. സ്വർഗം ഭൂവിൽ നൃത്തം ചെയ്യും മറ്റൊരു നർത്തകിയുടെ മൃദുലീലകളായി. രതിദേവി എഴുന്നള്ളുന്നു, മതഘോഷം മുഴങ്ങിയിടുന്നു. മലർബാണൻ ചാപത്തിന്മേൽ മലരമ്പൂ ചേർത്തിയിടുന്നു. തിരുമേനി ഗ്രന്ഥവും കയ്യിൽ വെച്ചോണ്ട് കൈമുദ്ര കാണിച്ചാൽ കാണാൻ ഭംഗി ഉണ്ടാവില്ല. അതങ്ങ് താഴേക്ക് വെച്ച് താടിപ്പാടിയാൽ കാണാൻ നല്ല വെടിപ്പുണ്ടാകും. അത് പാടില്ല. ഇതെന്റെ ഗുരുദാസൻ കോശാപ്പള്ളി ആശാരിയെ ഏൽപ്പിക്കാനുള്ള മകൾ ഗ്രന്ഥമാണ്. ഈ താഴോട്ട് വയ്ക്കാനും പാടില്ല, മറുകയും മാറ്റാനും പാടില്ല. കാമാക്ഷി വേണച്ചാൽ ഈ ചെല്ലം തുറന്ന് ആ പിശാങ്കത്തി എഴുതിയോ.
വേണ്ട. വിശാലത്തിന്ന് പറഞ്ഞു ഉടനെ അങ്ങ് പേടിച്ചല്ലോ. അയ്യോ പാവം കുട്ടി. കാമാക്ഷി വാരിസാരെ എനിക്ക് ഇഷ്ടപ്പെടിച്ചിരിക്കണു. അടിയത്തിന്റെ മഹാഭാഗ്യം. അല്ല, എന്റെ മഹാഭാഗ്യം അല്ലെങ്കിൽ വിലാസവതിയായ വാരിസാരെ ഇങ്ങനെ കണ്ടുമുട്ടാൻ പറ്റുമോ? മിണ്ടാണ്ടിരിക്കും തിരുമേനി. കളി തുടങ്ങുന്നതിന് മുമ്പ് അങ്ങ് എത്തണ്ടേ? ഇതാണ് നമ്മുടെ ഗുരുനാഥന്റെ ഇല്ലം. ഈ ഗ്രന്ഥം ഗുരുനാഥനെ ഏൽപ്പിച്ച് നോം വന്നേക്കാം. കാമാക്ഷി ലേശം ഇവിടെ നിൽക്കൂ. അയ്യോ, ഈ നടുപ്പാതിരാ നേരത്ത് ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കാനോ? അടിയന് പേടിയാവുന്നു. കാമാക്ഷി കണ്ണടച്ച് തുറക്കുമ്പോ നോമിങ്ങി പോരാ. എന്താ പോരെ? പോരാ, അടിയനെ വിട്ടിട്ട് എങ്ങും പോകരുത്. ഗ്രന്ഥം മടങ്ങി വരും വഴി കൊടുക്കാം. ഏയ് പോരാ, അപ്പോഴേക്കും ഗുരുനാഥന് ഉറക്കാവും. എങ്കിൽ ഗ്രന്ഥം മതിൽക്കെട്ടിനുള്ളിൽ ഇട്ടിട്ട് പോകാം. അയ്യോ, ഇത് അപൂർവ എന്താണ്? കളഞ്ഞു വെച്ചാൽ ഗുരുനാഥൻ ശപിച്ച് കൊല്ലും. കൊച്ചപ്പിള്ളിയാസനെ പറ്റി കാമാക്ഷി കേട്ടിട്ടില്ലേ? മഹാമാന്ത്രീന ഭൂതപ്രേതാദികളെ വരച്ച വരയ്ക്ക് നിർത്തും. അയ്യോ, കേട്ടിട്ട് തന്നെ പേടി തോന്നുന്നു. അടിയനെ തനിച്ചിവിടെ നിർത്തിയിട്ട് പോയാൽ പേടിച്ച് മരിച്ചു പോകും. തിരുമേനി ഇങ്ങനെ ചതിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അടിയൻ കൂടെ പോരത്തില്ലായിരുന്നു. നീ എന്തൊക്കെയാ പറയാ? നിന്നെ നോൻ ചതിക്ക്. നോടിയിടയിൽ ഈ ഗ്രന്ഥം ഗുരുനാഥൻ ഏൽപ്പിച്ച് നോൻ വന്നേക്കാം. അതിടയിൽ ഒന്നും സംഭവിക്കില്ല. തിരുമേനി, തിരുമേനി. ആരാത്? ഗുപ്തനോ? എന്താ ഈ ആ സമയത്ത്? തൃപ്പൂണിത്ര കഥകളിയാണോ പുറപ്പെട്ടിരിക്കുകയാണ്. ഈ ഗ്രന്ഥം ഇങ്ങോട്ട് വരാൻ കഴിയുന്നേ ഉള്ളൂ. ലേശം തിടുക്കത്തിലാണ്. എത്ര തിടുക്കം? കൂടെ വന്നാള് പഠിക്കാൻ നിൽക്കുന്നു. ആരാത്? അകത്തേക്ക് വിളിക്കാറുന്നില്ലേ? അത് വേണ്ട തിരുമേനി. എന്താ കാര്യം? പിന്നെ പിന്നെ പറയുന്ന ഒരു സ്ത്രീയാണ്. സ്ത്രീയോ? ഈ രാത്രിയിൽ ഗുപ്തനോടൊപ്പം പുറപ്പെട്ട സ്ത്രീ ആരാ? കാമാക്ഷി വാരസാറ്. കാമാക്ഷി ഒറ്റയ്ക്ക് കളി കാണാൻ പുറപ്പെടുകയെ? ഹേയ്, നമുക്ക് വിശ്വാസം വരുന്നില്ല. പഠിക്കൽ പുറത്ത് നിൽപ്പുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം. നമ്മെ തൊട്ടുകൊണ്ട് ആ പടിക്കലേക്ക് നോക്കൂ. അപ്പോൾ കാണാം നിന്റെ കൂട്ടുകാരിയുടെ തനി സ്വരൂപം. അയ്യോ, മനുഷ്യനെ തിന്നുന്ന യക്ഷി. ഗുരുനാഥ രക്ഷിക്കണേ. ഈ പിശാചിനി എന്നെ പിച്ചി കീറി രക്തം കുടിക്കുന്ന മുമ്പ് എന്നെ രക്ഷിക്കണേ. ഈ ഗ്രന്ഥം കയ്യിലുണ്ടായിരുന്നുകൊണ്ടാ അവൾ നിന്നെ ഭക്ഷിക്കാതിരുന്നത്. ഇത് തന്നിട്ട് തിരിച്ചു പോയാൽ ഉടൻ കഥ കഴിയുമായിരുന്നു. അങ്ങനെ പറയരുത്. എന്നെ രക്ഷിക്കാൻ ഇപ്പൊ ആരും ഞാൻ വിടില്ല. നിന്നെ നാം രക്ഷിച്ചാൽ ഈ ഇല്ലത്ത് സന്താനഹാനി ഉണ്ടാകും. സാക്ഷാൽ ചോറ്റാനിക്കരാമയ്ക്ക് മാത്രമേ അതിന് ശക്തിയുള്ളൂ. നേരെ ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് തന്നെ പൊയ്ക്കൊള്ളൂ. അയ്യോ, അവിടെ എത്തും മുമ്പേ അവൾ എന്നെ പിടികൂടി ഭക്ഷിക്കും, നിശ്ചയം. എഴുന്നേൽക്കൂ, ഒട്ടും ഭയപ്പെടണ്ട കേട്ടോ. ഇതാ ഈ ഈറം തോർത്ത് വീശിക്കൊണ്ട് അമ്പലത്തിലേക്ക് പൊയ്ക്കൊള്ളൂ. അവൾ അടുത്ത് വരില്ല. അമ്പലത്തിനകത്ത് കാല് കുത്തിയാലുടൻ ഇത് വെളിയിലേക്ക് എറിയണം. വിഴുപ്പ് തോർത്തുമായി അമ്പലത്തിനകത്ത് കയറുന്നത് ശരിയല്ല. പോയിക്കോളൂ. അവിടുത്തെ കാരണത്തിന് നമസ്കാരം. ദുർഗേ ഭഗവതി പ്രസീദ പ്രസീദ. രാമ 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 രാമ. ആ നാർ തോർത്ത് ദൂരത്തെറിയും. അടിയന്റെ മേൽമുണ്ട് തരാം. ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കൂ. അസൽ കസോനേരിയതാ. വേണ്ടേ വേണ്ട, നിന്റെ യാതൊന്നും വേണ്ട. എന്റെ ചോറ്റാനിക്കലേ അമ്മേ. രുദ്രപാദ
ശാരദ ചന്ദ്രാനനെ ശ്രീദേവി ശ്യാമള രൂപാംഗനെ ശാരദ ചന്ദ്രാനനെ ശ്രീദേവി ശ്യാമള രൂപാംഗനെ രാവിൽ ശ്രീബലി നാദം നുകരും ദേവി വിഗ്രഹം നീയേ गिरिसुत नीये वलरुलि नीये शारद चंद्रानने श्रीदेवी श्यामल रूपांगने शारद चंद्रानने श्रीदेवी श्यामल रूपांगने രാവിൽ ശ്രീബലി നാദം നുകരും ദേവി വിഗ്രഹം നീയേ गिरिसुत നീയേ വളരുളി നീയേ അമ്മേ നാരായണ കാവിലമ്മേ നാരായണ ദേവി കാത്യായനി സത്യവാദി കാത്യായനി शिवे सर्वार्थ साधिके शरण्ये त्र्यंबके गौरी नारायणी नमोस्तुते भगवती कारणरूपिणी कारुण्यशालिनी ഞങ്ങളെ കാത്തരു
രതിയും നീയേ മുഖപ്രസാദവും നീയേ ദേവി മുഖപ്രസാദവും നീയേ ദേവി അണ്ടചരാചര മണ്ഡല സുന്ദര മാനസ ദേവി അഞ്ജന വീണ പാണിനി വിദ്യാവാഹിനി പാഹി ഹേമകുണ്ടലമിതഞ്ചിയാടിടുന്ന കർണയുഗ്മളത്തിൻ ശോഭയും കന്തമൊത്തഴകു പൂത്ത പുഞ്ചിരിതൻ സുന്ദരാധരത്തിൻ കാന്തിയും ഊനമറ്റു വിളങ്ങണേ ഹൃദയത്തിൽ ഊനമറ്റ് വിളങ്ങണേ അമ്മേ നാരായണ അമ്മേ നാരായണ ആദിശങ്കരൻ ഈ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ചതായി കാണുന്നല്ലോ, അതിന്റെ കാരണം എന്താണ്? രസകരമായ ഒരു കഥയാണ് അതിന്റെ പിന്നിലുള്ളത്. വിദ്യാസമ്പന്നരുടെ നാടായ കേരളത്തിൽ വിദ്യാധിദേവതയായ സരസ്വതി ദേവിയുടെ ഒരൊറ്റ ക്ഷേത്രം പോലും ഇല്ലാത്തതിന്റെ കുറവ് പരിഹരിക്കാൻ ശ്രീ ശങ്കരൻ നിശ്ചയിച്ചു. അദ്ദേഹം മൈസൂരിലുള്ള ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ പോയി സരസ്വതി ദേവിയെ തപസ്സിച്ചു. കനകകുണ്ടലമണ്ഡിതാശ്ചിത കാമദായിനി അംബികേ മഞ്ജുഭരതകമന്ദഹാസിയ കഞ്ചനേർമീമായികേ കൗസ്തുഭോജ്വലരത്നപുളകിത ഹാരകാന്തി വിരാജിതേ പുഷ്പവർണ്ണസമുജ്വലം മൃദുഗാത്രരമ്യസ്വരാർജിതേ സ്പാരഭംഗി കലർന്നിടും തനഹേമകുംഭവിലാസിനി. ഭക്തോത്തം സമയം കണ്ണു തുറക്കൂ. മഹാഭാഗ്യം, വിദ്യാരൂപിണി, സകലകലാ സ്വരൂപിണി, ഈ ഭക്തന്റെ നമസ്കാരം. വേദാന്ത വിജ്ഞനായ നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? വാണിമാതെ, അവിടുത്തെ സന്നിധാനം കേരളത്തിലുണ്ടാകുന്നതിന് വേണ്ടി ഇവൻ പ്രാർത്ഥിക്കുന്നു. വിഷമമുള്ള കാര്യമാണ് നീ ആവശ്യപ്പെടുന്നത്. ഈ ചാമുണ്ഡി ക്ഷേത്രത്തിൽ നിന്ന് ഞാൻ പോന്നാൽ ഇവിടം നാശോന്മുഖമാകും. അങ്ങനെ കൽപ്പിക്കരുതേ. ഇത്രകാലം ദേവി ഇവിടെ സന്നിധാനം ചെയ്ത് ഈ നാട്ടുകാരെ അനുഗ്രഹിച്ചില്ലേ? ഇനി എന്റെ നാട്ടിലേക്ക് എഴുന്നള്ളി അവിടുള്ള ഭക്തകോടികളെ അനുഗ്രഹിച്ചാൽ ദേവിയെ ദർശിക്കാനായി ഇത്ര ദൂരം വന്നെത്താൻ കഴിവില്ലാതെ എന്റെ നാട്ടുകാർ നിരാശരായി കഴിയുകയാണ്. അവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ദേവി അത് നിരസിക്കരുതേ. ശരി, വരപ്രസാദം സിദ്ധിച്ച നിന്റെ ആഗ്രഹം നിറവേറ്റിത്തരാൻ ഞാൻ നിശ്ചയിച്ചു. നിന്നെ പിന്തുടർന്ന് ഞാൻ കേരളത്തിലേക്ക് വരാം. നിനക്കിഷ്ടമുള്ള സ്ഥലത്ത് പ്രതിഷ്ഠിച്ചു കൊള്ളുക. പക്ഷേ ഒരു വ്യവസ്ഥ. എന്താണ്? ഞാൻ നിന്നെ അനുഗമിക്കുമ്പോൾ ഒരു കാരണവശാലും തിരിഞ്ഞു നോക്കരുത്. നോക്കിയാൽ പിന്നെ ഞാൻ പിന്തുടരുകയില്ല. ഇല്ല, ഞാൻ തിരിഞ്ഞു നോക്കുകയില്ല. ശരി, നടന്നോളൂ.
ദേവിയുടെ കാൽച്ചിലമ്പൊലി കേൾക്കുന്നില്ലല്ലോ. തിരിഞ്ഞു നോക്കാനും വയ്യ. ദേവിയെ കൂടാതെ മുന്നോട്ട് പോകുന്നതെങ്ങനെ? അയ്യോ ദേവി, മാപ്പ്. ഇവന്റെ അപരാധത്തിന് മാപ്പ് നൽകിയാൽ നിവൃത്തിയില്ല. നീ നമ്മുടെ വ്യവസ്ഥ ലംഘിച്ച നിലയ്ക്ക് ഇനി നിന്നെ പിന്തുടരാൻ നിർവാഹമില്ല. ഈ നിമിഷം മുതൽക്ക് ഈ മൂകാംബികയിൽ ഞാൻ സന്നിധാനം ചെയ്യുന്നതാണ്. ദേ അമ്മേ, അറിയാതെ ചെയ്ത അപരാധമല്ലേ? മനുഷ്യ സഹജമായ ഈ പിഴ പുറത്ത് ഇവന്റെ കൂടെ എഴുന്നള്ളണമേ. ഇല്ല, ഈ മൂകാംബികയിൽ നിന്ന് ഒരടി പോലും ഞാൻ മുന്നോട്ട് വെക്കുകയില്ല. ശ്രീമത് സിംഹാസനേശ്വരിയേ മാണിക്യ വീണ പാണിനിയേ കാവ്യാലാപ വിനോദിനിയേ കാമകളിംബ തരംഗിതയേ വൃഷ്ടിപ്രളയ നിവാരിണിയേ സിന്ദൂരാരുണ രൂപമയീ കുടജാദ്രിയിലെ കുന്തലതേ ഘോരവനത്തിൽ ചാരുലതേ സൗപർണികയിൽ ദേവസുധേ ചന്ദന ചർച്ചിത ശ്രീലളിതേ അക്ഷയമോഹിനി അദ്രിസുതേ അക്ഷരരൂപിണി പാവനതേ അമ്മേ ദേവി ലക്ഷ്മി ഭദ്രേ അമ്മേ ദേവി ലക്ഷ്മി ഭദ്രേ എന്നെ ദർശിക്കേണ്ടത് കേരളത്തിന്റെ അതിർത്തിയിലുള്ള ഇവിടെ വന്ന് ദർശിച്ചുകൊള്ളട്ടെ. അങ്ങനെ കൽപ്പിക്കരുതേ. അവിടുത്തെ സാന്നിധ്യം കേരളത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഇവൻ ഇത്ര കാലം തപം ചെയ്തത്. അത് സാധിക്കാതെ വന്നാൽ ഈ സന്നിധിയിൽ നിന്ന് പോവുകയില്ല. ഇത് സത്യം. വത്സ, നിനക്ക് ഇത്ര നിർബന്ധമാണെങ്കിൽ നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം. പക്ഷേ നിന്നോട് ഒന്നിച്ച് ഞാൻ വരുന്നില്ല. നിന്റെ നാട്ടിലെ ചോട്ടാനിക്കര ക്ഷേത്രത്തിൽ എന്നും രാവിലെ നിർമാല്യം നട തുറക്കുന്നത് മുതൽ ശ്രീബലി കഴിയുന്നത് വരെ എന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. അതിനുശേഷം ഞാൻ ഈ മൂകാംബികയിലേക്ക് പോരും. അതുകൊണ്ട് കേരളത്തിലെ ഭക്തന്മാർ ചോട്ടാനിക്കരയിലെത്തി രാവിലെ ശ്രീബലി വരെയുള്ള സമയത്ത് എന്നെ ഭജിച്ചാൽ ഉദ്ദിഷ്ട ഫലം സിദ്ധിക്കും. ഇനി സമാധാനമായി നാട്ടിലേക്ക് പോകൂ. सरस्वती नृत्यतु
पुस्तकधारिणी वरवीणा पुस्तकधारिणी वाणी मंगलकारिणी चदुलराणी योगविचारिणी भवती विद्यां देहि तीर्चवे ज्ञानार्ति भवितकुबासट नीवे बासरवासिनी वीणा पुस्तकधारिणी वरवीणा पुस्तकधारिणी वरमुखतरलविवाङ्मयी स्थिरमुखविलगविचिन्मयी पदमुखकदलवि मधुमयी मा पेदवञ्चु वेदमयी वरमुखतरलविवाङ्मयी स्थिरमुखविलगविचिन्मयी पदमुखकदलवि मधुमयी मा पेदवञ्चु वेदमयी वरमुखतरलविवाङ्मयी स्थिरमुखविलगविचिन्मयी पदमुखकदलवि मधुमयी मा पेदवञ्चु वेदमयी वीणा पुस्तकधारिणी वरवीणा पुस्तकधारिणी ദേവിയുടെ ദയാവായ്പിന് നമസ്കാരം. ദേവി മാണിക്യ വീണാമപലാളയന്തി മദാലസ മഞ്ജുളവാഗ്വിലാസ മാഹേന്ദ്രനീലച്യുതി കോമളാംഗി മാതംഗകന്യാ സതതം സ്മരാമി. പുണ്യദർശിനി, നാദസ്വരൂപിണി, ജ്ഞാനസ്വരൂപിണി, ജഗന്മോഹിനി എന്നെന്നും എന്റെ നാട്ടുകാർക്ക് അനുഗ്രഹദായിനിയായി ഈ പുണ്യക്ഷേത്രത്തിൽ സന്നിധാനം ചെയ്തരുളിയാലും മഹാമായി, ജഗദംബികെ, രാജരാജേശ്വരി, അന്നപൂർണേശ്വരി, പ്രസീദ പ്രസീദ. ഇന്നും ഇവിടുത്തെ ശ്രീബലി കഴിയുമ്പോഴാണ് മൂകാംബിക ക്ഷേത്രത്തിന്റെ നട തുറക്കുന്നത്. രാവിലെ ചോട്ടാനിക്കര ദേവിയെ അണിയിക്കുന്ന ആട വെള്ളയാണ്. വെള്ളപ്പണിക്ക് നിറമാണ്ട സരസ്വതിയുടെ സാന്നിധ്യമുള്ളതിനാലാണ് വെളുത്ത ആട അണിയിക്കുന്നത്. പരമഭാഗവതനായ വില്ലുമകൻ സ്വാമിയാർ കുംഭമാസത്തിലെ മകം നക്ഷത്രത്തിലാണ് ഈ ക്ഷേത്ര സന്നിധാനത്തിൽ എത്തുന്നത്. ഈ തീർത്ഥക്കുളത്തിൽ സ്നാനം കഴിഞ്ഞതിന് ശേഷം മതി ക്ഷേത്രത്തിനുള്ളിൽ കടക്കുന്നു. നമ്മുടെ സ്നാനത്തിന് ശേഷം നിങ്ങളുടെ കൽപ്പന പോലെ. ശിഷ്യർ, ഇത് കാണുക. ഈ കുളത്തിൽ നിന്ന് കണ്ടുകിട്ടിയ ദേവി വിഗ്രഹമാണിത്. ഇതിനു വേണ്ടിയാവണം പരാശക്തി നമ്മെ ഇങ്ങോട്ട് ആനയിച്ചത്. ഇതിനെ ശരിയായ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കേണ്ടത് നമ്മുടെ ധർമ്മം. വരും.
നിന്റെ മുമ്പിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് ദുഃഖശാന്തി വരുത്തുന്നതിനായി ഇവിടെ വസിച്ചാൽ ഭൂതപ്രേതാദികളുടെ ആവേശത്തിൽ നിന്ന് ആശ്രിതർക്ക് അഭയമരുളുന്ന അനുഗ്രഹദായിനിയായി വിരാജിച്ചാൽ ഭദ്രകാളി, മഹേശ്വരി, മായാസ്വരൂപിണി, പാഹിമാം പാഹിമാം. കീഴ്ക്കാവിലംബികെ ബാലഭദ്രേ ദേവി കീർത്തിഭദ്രേ ഇഷ്ടദേവി ഭദ്രേ ശത്രു സംഹാരിണി ഇഷ്ടജനപാലിനി കീഴ്ക്കാവിലമ്മേ പ്രണാമം. ജിഞ്ചിലം തുള്ളിച്ചു 12 പാത്രത്തിൽ ഗുരുതി കണ്ടറിയാത്തൊരു ബാധകൾക്കൊക്കെയും ചെണ്ടമേളത്തിന്റെ വരുതി അമ്മ കണ്ടല്ലോ ദുരിതങ്ങൾ കരുതി പഞ്ചഭൂതങ്ങളെ ജിഞ്ചിലം തുള്ളിച്ചു 12 പാത്രത്തിൽ ഗുരുതി കണ്ടറിയാത്തൊരു ബാധകൾക്കൊക്കെയും ചെണ്ടമേളത്തിന്റെ വരുതി അമ്മ കണ്ടല്ലോ ദുരിതങ്ങൾ കരുതി ഒരു തോലത്തോരണം തൂക്കിയ മാനത്ത് ഗുരുതി വിളക്കുകൾ മിഴി തുറന്നു നാക്കില പൂക്കില ചെമ്പുകൾ വാർപ്പുകൾ നാഗപാല ചോട്ടിലണിനിരന്നു ഈ കാവിലമ്മതൻ 3-ാം തിരുമിഴി ഈ കുണ്ടം പോലെ ജ്വലിക്കുന്നു ബാധകളകലെ രോഗങ്ങളകലെ കോപിഷ്ഠയാമമ്മെ കാത്തരുളേണമേ കലിയുഗ ബാധയിൽ ബോധം കലങ്ങിനം കണ്ണീർ കുടങ്ങളായി തുള്ളുന്നു ആദിയും വ്യാധിയും കണ്ണുകെട്ടാത്തൊരു ജീവിതം ഞങ്ങൾക്കു തന്നരുളൂ ഈ കാവിലമ്മേ നീ 8 തൃക്കൈകള കീഴ്മേൽ മറിക്കും ഈ ലോകത്തിൽ ആശ്രയമരുളൂ അഭയം നൽകൂ ആനന്ദ ഭൈരവി ബോധമുണർത്തൂ
പഞ്ചഭൂതങ്ങളെ ജിഞ്ചിലം തുള്ളിച്ചു 12 പാത്രത്തിൽ ഗുരുതി. കണ്ടറിയാത്തൊരു ബാധകൾക്കൊക്കെയും ചെണ്ടമേളത്തിന്റെ വരുതി. അമ്മ കണ്ടല്ലോ ദുരിതങ്ങൾ കരുതി. ചെണ്ടമേളത്തിന്റെ വരുതി. അമ്മ കണ്ടല്ലോ ദുരിതങ്ങൾ കരുതി. ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ബ്രഹ്മദേവ മാനസത്തിൽ ജന്മമാർന്ന ശ്രീധരി, ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. ശേഷശായിയായ വിഷ്ണുവിന്റെ വാമഭാഗമായി ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തേ. സകല ലോക ജീവികൾക്കും അമ്മയായി ഉണ്മയായി
ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. ബ്രഹ്മവിഷ്ണു ശംഭു ശാസ്താമുരുകൻ ഗണനാഥനൊത്ത് ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. ഉഗ്രഭദ്ര കീഴ്ക്കാവിൽ വിളങ്ങും അമ്മ വിഗ്രഹം ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. സരസ്വതി നമസ്തുതേ, ശ്രീലക്ഷ്മി നമസ്തുതേ, ചോറ്റാനിക്കരയിൽ വാഴും ഈശ്വരി നമസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. പള്ളിക്കാവിലമരും സർവലോക മാതാവാകിയ ഭഗവതി തിരുവടുതല പള്ളിക്കാവിൽ വാഴും ശിവേ ദേവി വടുതല പള്ളിക്കാവിൽ വാഴും അമ്മേ നിന്നെ സദാ സ്തുതിക്കുവോർക്കും നിത്യം ശുഭമംഗളോ നിത്യം ജയമംഗളം സദാ മംഗളോ ഭൂരി മംഗളോ